പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം യേശയ്യ 43 അധ്യായം 18 വാക്യം മുതൽ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. അപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വറിയടിക്കുകയേ ചെയ്യരുത്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. നമ്മുടെ ഭൂതകാലം എത്ര പെശക് പിടിച്ച കാലമായിരുന്നെങ്കിലും, അല്ലെങ്കിൽ എത്രയോ നല്ല കാലങ്ങളായിരുന്നെങ്കിലോ അതിനെക്കുറിച്ച് അധികം പരിഗണന വേണ്ട, അധികം ഓർക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരുവന് ആ ഒരു പുതിയ കാര്യം മുളയെടുക്കുന്നത് അവന് അറിയുവാൻ സാധിക്കും. ഒരു പോസിറ്റീവ് വൈബ്, ഒരു കർത്താവിൻ്റെ ശക്തി, ഒരു പരിശുദ്ധാരൂപിയുടെ അഭിഷേകം അവന് അറിയുവാൻ സാധിക്കും. ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. നിന്റെ മനസ്സിൻ്റെ അവസ്ഥ എത്ര വരണ്ടതാണെങ്കിലും ഞാനത് തരളിതമാക്കും എന്ന് കർത്താവിൻ്റെ പ്രോമിസ്. അപ്പോൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ 3 തരം ആളുകളെയാണ് നമ്മൾ കാണുക. ഒന്ന്, ഭൂതകാലത്തിലെ പ്രവൃത്തികളെ ഒക്കെ ഓർത്ത് എപ്പോഴും ഒരു കുറ്റബോധത്തിൽ ജീവിക്കുന്നവർ. എനിക്കൊരു സഹോദരനെ അറിയാം. ചെറുപ്പകാലത്ത് സ്വന്തം സഹോദരനുമായി തല്ലുപിടിച്ച്, ഇവരൊക്കെ ഇപ്പോൾ ഒരു പുരുഷന്മാരൊന്നും പറയാറായിട്ടില്ല, ഇവർ ബാലന്മാരായിരിക്കുമ്പോൾ തന്നെ ചേട്ടനും അനിയനും കൂടി തല്ലുപിടിച്ച് ചേട്ടനെ എന്തോ ചെയ്ത് ചേട്ടൻ മരിച്ചുപോയി. അപ്പോൾ അവൻ ആ കുറ്റബോധത്തിൽ, ഇതിൽ നിന്ന് എനിക്ക് ഇനി എങ്ങനെ രക്ഷ കിട്ടുമെന്ന കുറ്റബോധത്തിൽ കുറേ നാളുകളങ്ങനെ ജീവിച്ചു. പക്ഷെ അടുത്തവനെ കണ്ടപ്പോൾ അവന് ആ കുറ്റബോധത്തിൽ നിന്നൊക്കെ വിടുതൽ ലഭിച്ചതായി എനിക്ക് മനസ്സിലായി. അവൻ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണിപ്പോൾ. അവൻ്റെ ഭൂതകാലം അവൻ വിസ്മരിച്ചിരിക്കുന്നു. ഈ ഒരു പ്രോമിസ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഭൂതകാലത്തിൻ്റെ നിറം എന്തുതന്നെ ആയിരുന്നാലും പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ വരണ്ട മനസ്സുകളെ കർത്താവ് അതിൽ പാതയൊരുക്കുന്നു. അതിലെ നദി, അതായത് അത് തരളിതമാക്കുന്നു. അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൃദയം കർത്താവ് നമുക്ക് നൽകുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഹൃദയം കർത്താവ് നമുക്ക് നൽകുന്നു. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:34.
അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതാതിൻ്റെ ക്ലേശം മതി. അപ്പോൾ ഒരു കൂട്ടർ ഭൂതകാലത്തിലെ കുറ്റബോധത്തിൽ വസിക്കുന്നു. വേറൊരു കൂട്ടർ നാളെക്കുറിച്ചുള്ള ആകാംക്ഷകളിൽ ജീവിതം ഹോമിക്കുന്നു. പക്ഷേ വചനം വീണ്ടും പറയുന്നു, സങ്കീർത്തനം 118:24, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ദിവസമാണിന്ന്, കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിച്ച ദിവസമാണിന്ന്. അത് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. അപ്പോൾ കർത്താവും അന്ന് ബൈബിളിൽ പറഞ്ഞ വചനങ്ങളിലും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ലിവ് വൺ ഡേ അറ്റ് എ ടൈം. ഓരോ ദിവസവും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിലേക്ക് കൂടുതൽ തിരിഞ്ഞുകൊണ്ട്, പൂർണ്ണമായി കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിനെ കർത്താവിന് ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അങ്ങനെയുള്ളവന് എപ്പോഴും ഭാവിയെക്കുറിച്ച് ആകുലതകൾ ഉണ്ടാവുകയില്ല. കർത്താവാണ് അവൻ്റെ ഇടയൻ, അവനൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 23, കർത്താവ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും എന്ന് ഉറപ്പുള്ളവന് ജീവിതം സന്തോഷകരമായിരിക്കും. ഈ ലോകത്തിലും പരലോകത്തിലും അവന് കർത്താവ് കൂട്ടുണ്ട് എന്ന സത്യം, എന്ന ഒരു ഉറപ്പ് അവൻ്റെ ജീവിതത്തിന് ഉറപ്പേകുന്നു. അല്ലാത്തവരെല്ലാവരും ഒരു ചാഞ്ചാട്ടത്തോടെയുള്ള, ഒരു ഭീതിയോടെയുള്ള, പൂർണ്ണമായ ജീവിതം യഥാർത്ഥമായി ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു ജീവിതത്തിലൂടെ കടന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ ആകെ കൂടി ചെയ്യേണ്ടത് ഉരുകിയ മനസ്സോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. പിന്നെ ഞാനൊരു പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. അപ്പോൾ എന്നോട് തന്നെ എനിക്ക് തോന്നിയൊരു ചോദ്യം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്നേക്കുമായി ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, കർത്താവിനാൽ സ്ഥാപിതമായ സഭ കുമ്പസാരമെന്ന കൂദാശ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ യഥാവിധികളോടെ നമ്മളത് സ്വീകരിക്കുമ്പോൾ
നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള പാപങ്ങൾ, നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുള്ള പാപങ്ങൾ എന്നേക്കുമായി കർത്താവ് കഴുകിക്കളയുന്നു. നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ നിറം എത്ര കടും ചുവപ്പാണെങ്കിലും ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിക്കുന്നവൻ്റെ ഹൃദയം കർത്താവ് വീണ്ടും വെണ്മയുള്ളതാക്കും. ഇത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്നവൻ്റെ പാപങ്ങൾ എന്നേക്കുമായി പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം 100% നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഭൂതകാലത്തിനെക്കുറിച്ച് നമുക്ക് വ്യഥകൾ വേണ്ട. അതുപോലെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തൻ, തൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിച്ച ഒരുത്തൻ, കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ വലിയ രക്ഷാകര പദ്ധതികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിനെ തന്നെ കർത്താവിന് ഭരമേൽപ്പിച്ചവന് ഭാവി കാലത്തെക്കുറിച്ചും അവന് വലിയ ഭയമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരുത്തൻ ഓരോ ദിവസവും കർത്താവിൻ്റെ ഒരു ഗിഫ്റ്റായി, ഒരു സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട്, വിശുദ്ധമായി ആചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അന്നന്നത്തെ സന്തോഷത്തിൽ വസിക്കുന്നു. ഈ ലോകത്തിൻ്റെ ആകുലതകളൊന്നും അവനെ തൊടുന്നില്ല. ഇങ്ങനെയുള്ള ഒരു തീക്ഷ്ണമായ വിശ്വാസത്തിലേക്ക്, അതായത് ഏറ്റുപറഞ്ഞ പാപങ്ങൾ കർത്താവ് എന്നേക്കുമായി ക്ഷമിച്ചിരിക്കുന്നു. നമുക്കും അവ എന്നേക്കുമായി നമുക്ക് മറന്നു കളയാം. കാരണം അതെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പുതിയ മനുഷ്യനായിരിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തവർ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ, പിതാവിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രതാവായി തിരഞ്ഞെടുത്തിട്ടുള്ളവർ, അവർക്ക് ഭാവിയെക്കുറിച്ചും വലിയ ആശങ്കകൾ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർ ഇന്നിൽ വസിക്കുന്നു. കർത്താവ് നൽകിയ ഓരോ ദിനവും സന്തോഷത്തോടെ നന്മ ചെയ്തുകൊണ്ട്, കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, തിന്മയെ വർജിച്ചുകൊണ്ട് അവൻ സമാധാനത്തിൽ വസിക്കുന്നു. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിക്കുന്നു. നമ്മൾ ആകുലരാകേണ്ട. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് മാറ്റിക്കളയാം. ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷകളും നമ്മിൽ നിന്ന് അകന്നു പോകട്ടെ. നമുക്ക് ഇന്നിൽ, ഈ നിമിഷത്തിൽ കർത്താവിൽ വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ പ്രസാദപുരത്തിൽ വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. ഇതിനുള്ള കൃപാവരം സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ സന്തോഷഭരിതങ്ങളാക്കട്ടെ, സമാധാനം നിറഞ്ഞവയാക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്. ഇന്നലകളെക്കുറിച്ച് കുറ്റബോധത്താൽ ജീവിക്കേണ്ട, നാളെക്കുറിച്ചുള്ള ആകാംക്ഷകളും വേണ്ട. ഇന്നെൻ്റെ സന്തോഷങ്ങൾ അതനുഭവിച്ച്, വിശുദ്ധമായ സന്തോഷങ്ങൾ അനുഭവിച്ച് നമുക്ക് യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ്.